നമസ്കാരം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പരാജയം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. കൂടുതലും ഭരണവിരുദ്ധ വികാരം എന്ന നിലയിലാണ് അതെല്ലാം കൊണ്ടാടപ്പെട്ടത്. അടിസ്ഥാന വികസനത്തെക്കുറിച്ച് എവിടെയും ചർച്ച ചെയ്ത് കണ്ടതുമില്ല. പെൻഷൻ മുടങ്ങിയതും അഴിമതി ആരോപണങ്ങളും എല്ലാം ഉയർന്നു വന്നതാണ് ഇത്തവണ ഇടതുമുന്നണിയെ ദോഷകരമായി ബാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു അവസ്ഥ ഇടതുമുന്നണിയെ അല്ലെങ്കിൽ CPM-നെ ബാധിച്ചത് എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പെൻഷൻ തുക ഉയർത്തുകയും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ക്ഷാമകാലം മുൻനിർത്തി ഭക്ഷ്യസുരക്ഷാ കിറ്റുകൾ നൽകുകയും ചെയ്തിരുന്നതാണ്. ഇവയൊക്കെയും മുടക്കം വന്നതോടെയാണ് തെരഞ്ഞെടുപ്പിൽ പൊതുജനം പാർട്ടിക്ക് എതിരെ തിരിഞ്ഞത്. അതിനുദാഹരണമാണ് ഇത്തവണ തീരദേശത്തുള്ളവർ മൊത്തത്തിൽ മാറിയത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ മൊത്തത്തിൽ ഇടതുമുന്നണിയെ തീരദേശ നിവാസികൾ കൈവിട്ടതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീരദേശ പ്രദേശങ്ങളിൽ മിക്കയിടത്തും CPM-ന് വോട്ടിൻ്റെ കാര്യത്തിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അവരിലേക്ക് വികസനം എത്തിയിട്ടില്ല എന്നാണ് പൊതുവെ ഉയരുന്ന ആരോപണം. തീരദേശവാസികളിലേക്ക് സർക്കാർ വേണ്ട വിധത്തിൽ ഈ തീരദേശവാസികളെ പരിഗണിച്ചില്ല എന്നുള്ള ധാരണ അവിടെ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ UDF-ഉം BJP-യും വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവിടെ വോട്ടിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് നേട്ടമുണ്ടാക്കാനും മറ്റു മുന്നണികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ തീരദേശം അവഗണനയിൽ ആയിരുന്നു. അതിനുള്ള മറുപടി സജി ചെറിയാൻ തന്നെ പറയുന്നുണ്ട്. അതായത് മന്ത്രി സജി ചെറിയാൻ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ക്ഷേമത്തിനായി 12,000 കോടി രൂപയോളം ഈ സർക്കാർ ചെലവിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭയിലാണ് ഇക്കാര്യം മന്ത്രി പറഞ്ഞത്. ഏതെല്ലാം രീതിയിലാണ് ഈ തുക അവിടെ വിനിയോഗിച്ചത് എന്നും അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. അതായത് തീരദേശത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് കടലാക്രമണം. ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി 50 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ വരുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി 2,450 കോടി രൂപയുടെ പുനർഗേഹം പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി 2,575 വീടുകൾ നിർമ്മിച്ച് നൽകുകയുണ്ടായി. ഇതിൽ 390 ഫ്ളാറ്റുകൾ, 2,236 വീടുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള വീടുകളും നൽകിയിട്ടുണ്ട്. 12,723 വീടുകൾ ലൈഫ് മിഷൻ വഴിയും നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം ഫിഷറീസ് വകുപ്പിന്റെ മറ്റ് വിവിധ ഭവന പദ്ധതികൾ പ്രകാരം 4,706 വീടുകളും 192 ഫ്ളാറ്റുകളും നിർമ്മിച്ചു നൽകി. ഇത്തരത്തിൽ ആകെ 20,247 വീടുകളാണ് മത്സ്യത്തൊഴിലാളികൾക്ക് 1ഉം 2ഉം പിണറായി സർക്കാരുകൾ നിർമ്മിച്ചു നൽകിയത്. തിരുവനന്തപുരം ജില്ലയിൽ വലിയതുറയിലും വേളിയിലുമായി 2.37 ഏക്കർ ഭൂമി ലഭ്യമാക്കി 192 ഫ്ളാറ്റുകളുടെ നിർമ്മിക്കുന്ന നടപടിയും അതിൻ്റെ നിർമ്മാണ പരിപാടികളും പുരോഗമിച്ചു വരികയാണ്. വീട് നൽകുന്നതിനായി ഇത്രയും പദ്ധതികൾ കഴിഞ്ഞ 2 തവണയായി എത്തിയ പിണറായി വിജയൻ സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നോർക്കണം. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് മണ്ണെണ്ണ പെർമിറ്റ് അനുവദിക്കുന്നതിനായി 7 വർഷങ്ങൾക്ക് ശേഷം, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 7 വർഷങ്ങൾക്ക് ശേഷം വെരിഫിക്കേഷൻ നടത്തിയതും പെർമിറ്റ് വിതരണം ആരംഭിച്ചിരുന്നു. പിന്നെയോ ആലപ്പുഴ, പൊന്നാനി, അഴീക്കോട്, അതായത് തൃശ്ശൂരിലുള്ള അഴീക്കോട്, കാസർഗോഡ് എന്നീ ഫിഷറി സ്റ്റേഷനുകളുടെ പ്രവർത്തനം ആരംഭിച്ചതും ഈ പറയുന്ന സർക്കാരിൻ്റെ നേട്ടമാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും മത്സ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും സ്വയം തൊഴിൽ ഉറപ്പാക്കുന്നതിൻ്റെയും ഭാഗമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന 2,078 കോടി രൂപയുടെ മത്സ്യകൃഷി പദ്ധതികൾ നടപ്പിലാക്കി വന്നുകൊണ്ടിരിക്കുന്നു. 10 പേരടങ്ങുന്ന ഗ്രൂപ്പിന് 10 ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകൾ വിതരണം ചെയ്തിരുന്നു. ഈ വർഷവും 10 എണ്ണം കൂടി കൈമാറുമെന്നും മന്ത്രി സജി ചെറിയാൻ പറയുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ സമഗ്ര വികസനത്തിനും ശാക്തീകരണത്തിനും വേണ്ടി ഫിഷറീസ് വകുപ്പിന് കീഴിൽ രൂപീകരിച്ച ഏജൻസിയായ സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വിമൻ, അതായത് സാഫ് എന്ന് പറയും, മുഖേന തീരദേശ ജില്ലകളിലായി 230 മത്സ്യത്തൊഴിലാളി വനിതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 46 തീര മൈത്രി സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ രൂപീകരിക്കുന്നതിന് 6.43 കോടി രൂപയുടെ പദ്ധതി ഈ സർക്കാർ നടപ്പിലാക്കി. ശുചിത്വപൂർണമായ മത്സ്യ മാർക്കറ്റ് സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി മത്സ്യഫെഡ് മുഖേന മൊബൈൽ ഫിഷ് മാർട്ട്, ഹൈജീനിക് ഫ്രഷ് ഫിഷ് റീറ്റെയിലിംഗ് യൂണിറ്റുകൾ, സഹകരണ ബാങ്കുകളുടെ കീഴിൽ ഫ്രാഞ്ചൈസി മാർട്ടുകൾ, കൂടാതെ മത്സ്യം സംഭരിക്കുന്നതിനുള്ള ബേസ് സ്റ്റേഷൻ എന്നിവ നടപ്പിലാക്കി വരികയും ചെയ്യുന്നു. മത്സ്യബന്ധന ഹാർബറുകളുടെ നടത്തിപ്പിനും പരിപാലനത്തിനുമായി സംസ്ഥാനത്തെ 21 പ്രധാന ഹാർബറുകളിൽ ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റികൾ രൂപീകരിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള അപകട ഇൻഷുറൻസ് 10 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. മുഴുവൻ മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളികളുടെയും അവരെയെല്ലാം ഇൻഷുറൻസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി.
മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതി 2700 രൂപയിൽ നിന്നും 4500 രൂപയായി വർദ്ധിപ്പിച്ചു. വിദ്യാധീരം പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മെഡിക്കൽ, സിവിൽ സർവീസ്, ബാങ്ക് ടെസ്റ്റ് പരീക്ഷാ പരിശീലനം നൽകി വരുന്നു. ഈ പദ്ധതിയിലൂടെ തീരദേശ മേഖലയിൽ ഇതിനകം 84 ഡോക്ടർമാരെ സൃഷ്ടിച്ചതും ഈ സർക്കാരിന്റെ നേട്ടം തന്നെയാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ദത്തെടുത്ത് അവരുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്തു. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. കാലാവസ്ഥാ മുന്നറിയിപ്പാണ് മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാലാവസ്ഥാ മുന്നറിയിപ്പ്, കോവിഡ് എന്നിവ മൂലം തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലായി ആകെ 188 കോടി രൂപയുടെ ധനസഹായം ഈ സർക്കാർ നൽകി വരുന്നുണ്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് എഞ്ചിൻ വാങ്ങുന്നതിന് 30,000 രൂപ വീതവും വല വാങ്ങുന്നതിന് 10,000 രൂപ വീതവും ധനസഹായം നൽകുന്നുണ്ട്. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന്റെ ഭാഗമായി യാനങ്ങൾക്ക് ഇൻഷുറൻസ് ലഭ്യമാക്കി. ഇതിന്റെ പ്രീമിയം തുകയുടെ 90% സർക്കാരാണ് വഹിക്കുന്നത് എന്ന് ആലോചിക്കണം. അതായത് അവരുടെ സർക്കാരിൽ നിന്നുള്ള ധനസഹായമാണ്. പിന്നെ പ്രതികൂല കാലാവസ്ഥ, അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന ദുരന്തങ്ങൾ, ഈ സന്ദർഭങ്ങളിലെല്ലാം അവർക്ക് താങ്ങായി സർക്കാർ ഉണ്ടായിരുന്നു. ടൗട്ടെ ചുഴലിക്കാറ്റ് ബാധിച്ച മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് 1200 രൂപ നിരക്കിൽ 18.36 കോടി രൂപ ധനസഹായം നൽകിയിട്ടുണ്ട്. കോവിഡ് മൂലം ദുരിതം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 1000 രൂപ നിരക്കിൽ 32.41 കോടി രൂപയുടെ ധനസഹായം വിതരണം ചെയ്തു. കാലാവസ്ഥാ മുന്നറിയിപ്പ് മുഖേന തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് 3000 രൂപ നിരക്കിൽ 47.84 കോടി രൂപയുടെ ധനസഹായം സർക്കാർ അനുവദിച്ചിരുന്നു. ഈ നിലയ്ക്കെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയിൽ വളരെ കാര്യമായ ഒരു ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത് എന്ന് കാണാം. ഇതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് UDF-ഉം BJP-യും തീരദേശത്ത് നട്ടാൽ കുരുക്കാത്ത നുണയുമായി പ്രചാരണത്തിനിറങ്ങിയത്. എന്നാൽ ഇത് വേണ്ടും വിധത്തിൽ ചർച്ച ചെയ്യാൻ ഇടതുപക്ഷം പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു കാര്യം. ഇത്തരം സർക്കാർ പദ്ധതികളുടെ നേര് വിളിച്ചു പറയാൻ ഇനിയെങ്കിലും തയ്യാറാകേണ്ടതുണ്ട്. അത് ഉൾക്കൊള്ളാൻ തീരദേശ നിവാസികൾക്കും കഴിയണം.